പണ്ടൊക്കെ എൻ്റെ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയായിരുന്നു റീഡിങ്, ലിസണിങ് ടു മ്യൂസിക്, ഡ്രോയിങ്, ഗാർഡനിങ് എന്നൊക്കെ തള്ളുമായിരുന്നു. അതൊക്കെ റിയലി എൻ്റെ ഹോബീസ് ആണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞാൻ റിയലൈസ് ചെയ്യുന്ന എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീൽസ് കാണുക. റീൽസ് കണ്ട് 10-20 മിനിറ്റത്തേക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആകുക, വീണ്ടും തണുക്കുക. എന്നാൽ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു അങ്ങനെ പാടില്ല. നമ്മൾ മോട്ടിവേറ്റ് ആയാൽ മാത്രം പോരാ, അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കൂടെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വ്ളോഗ്. ലേറ്റസ്റ്റായിട്ട് ഞാൻ ഒരു കുട്ടീൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്. അവിടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്, കേട്ടിരുന്നു. നമുക്കങ്ങനെ വർത്തമാനം പറയാൻ അറിയത്തൊന്നുമില്ല. അറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വ്ളോഗ് ഞാൻ ഓൺ വോയിസ് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നല്ല കാലാവസ്ഥ, നല്ല ചൂടായിട്ടൊരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ തോന്നി. അപ്പം തന്നെ അടുക്കളയിലോട്ട് വിട്ടു. എൻ്റെ റെസിപ്പിയുടെ സീക്രട്ട് എല്ലാവരും അറിഞ്ഞോട്ടെ, ഞാൻ മാത്രം, എൻ്റെ കെട്ടിയോ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ ജേർണിയാണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു വെള്ളമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് വേറെ ഒന്നിനുമല്ല, എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. OCD ഒന്നുമല്ല, പക്ഷെ അറിയത്തില്ല, എന്തോ അങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ട്രിക്ക്. കുറച്ച് വെള്ളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും ടാപ്പ് തുറക്കേണ്ട ബുദ്ധിമുട്ടില്ല. എങ്ങനെ കൊള്ളാലേ? കൈമുക്കുക, നമ്മുടെ പണി ചെയ്യുക. ഇതിനിടയ്ക്ക് ഞാനൊരു ഹാക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റിപ്പീറ്റഡായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാലും കാണാൻ പറ്റും. ആ ഹാക്കൊക്കെ നിങ്ങൾക്ക് റിയൽ ലൈഫ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് എൻ്റെ സാൻഡ്വിച്ചിനകത്ത്, അല്ല ബ്രെഡ് ഓംലെറ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓംലെറ്റ് എന്ന പേരേ ഉള്ളൂ, പക്ഷേ ഓംലെറ്റ് അല്ല ഞാൻ ചെയ്യുന്നത്. അതും പകുതി വേവിച്ച്, ഫുള്ളായിട്ട് നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ അങ്ങ് പോകും. നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ ഹാഫായിട്ട് വേവിച്ചാൽ മതി. ചീസും നമ്മുടെ അടുത്തുള്ള സോസും ഒക്കെ ആക്കി അങ്ങോട്ട് കൊടുക്കും. അപ്പം എൻ്റെ സാൻഡ്വിച്ചൊക്കെ റെഡിയായി. മഴയിട്ട് പെയ്തതുമില്ല. സാരല്ല, നമുക്ക് കഴിച്ചേക്കാം. എനിക്കൊരു ശീലമുണ്ട്, ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഞാൻ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും പ്രോഗ്രാം കണ്ടുകൊണ്ടേ കഴിക്കുള്ളൂ. എന്താണ് എൻ്റെ ജ്യൂസി സാൻഡ്വിച്ച് വിത്ത് ഉപ്പും മുളകും ആകുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഞാൻ തന്നെ വിട വാങ്ങുന്നു. ബൈ.